നഗരത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി. ഐസിയുവിന് മുൻപിൽ നിശ്ചലമായി നിൽക്കുന്ന യുവതി മേഘന മേനോൻ, രാജ്യത്തെ പ്രമുഖ കോടീശ്വരി. അകത്ത് അവളുടെ മകൾ 10 വയസ്സിന് ഉള്ള ആരാധ്യ ജീവനും മരണത്തിനുമിടയിൽ കിടക്കുന്നു. കാരണം ഒരു ചെറിയ മുറിവ് സ്കൂളിൽ കളിക്കുമ്പോൾ കാലിൽ പറ്റിയതായിരുന്നു. ആദ്യ ദിവസം ആരും അത് ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ ദിവസങ്ങൾക്കകം മുറിവ് കറുത്തു, വേദന സഹിക്കാൻ പറ്റാതെയായി. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്ന വാക്ക്, ഇത് ഒരു അപൂർവമായ ഇൻഫെക്ഷനാണ്, നാഡികളെ ബാധിച്ചിരിക്കുന്നു, ജീവൻ രക്ഷിക്കണമെങ്കിൽ കാൽ മുറിക്കേണ്ടി വരും. ആ വാക്ക് മേഘനയെ തകർത്തു. ഡോക്ടർമാർ പോലും തോറ്റു. ഒരാളല്ല, 10 പേരല്ല, ഇന്ത്യയിലെ മികച്ച സർജന്മാർ, വിദേശ ഡോക്ടർമാർ എല്ലാവരും വന്നു കണ്ടു. അവസാനം ഒരേയൊരു വാക്ക്, ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുകയില്ല. പക്ഷേ ഐസിയുവിന് പുറത്ത് ഒരമ്മ മകളെ ഓർത്ത് കരയുന്നു. അവിടെ മേഘനയുടെ അരികിൽ നിൽക്കുന്ന ഒരു സ്ത്രീ, ലക്ഷ്മി, മേഘനയുടെ വീട്ടിലെ വീട്ടുവേലക്കാരി. ലക്ഷ്മിക്ക് യൂണിഫോം ഇല്ല, പദവിയില്ല. പക്ഷേ ആരാധ്യ അവളെ വിളിക്കുന്നത് ലക്ഷ്മി ആൻറ്റി എന്ന് മാത്രമാണ്. ലക്ഷ്മി പതുക്കെ ആരാധ്യയെ നോക്കി. അങ്ങനെ രാത്രി സമയം മേഘന ഒറ്റയ്ക്കിരുന്ന് ഐസിയുവിന് മുന്നിലിരുന്ന് കരയുന്നു. ലക്ഷ്മി പതുക്കെ മേഘനയുടെ അടുത്തേക്ക് വന്നു. പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, മേഡം, ഞാനൊരു കാര്യം പറയട്ടെ. മേഘന തല ഉയർത്തി. ഇനി എനിക്ക് കേൾക്കുവാൻ അത്ഭുതങ്ങൾ മാത്രമാണ് ലക്ഷ്മി, നീ പറയൂ. മേഘനയുടെ ഈ വാക്കു കേട്ടപ്പോൾ ലക്ഷ്മി നിശബ്ദമായി പറഞ്ഞു, ഇത് സാധാരണ ഒരു മുറിവല്ല മേഡം. ഇങ്ങനെ ഒരു മുറിവ് ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടുമുണ്ട്, ചികിത്സിച്ചിട്ടുമുണ്ട്. ലക്ഷ്മിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ മേഘന ഒരു നിമിഷം ഞെട്ടി. നിറഞ്ഞ കണ്ണുകളോടെ ചോദിച്ചു, നീ ഡോക്ടറാണോ? ലക്ഷ്മി ഒന്നും പറയാതെ തലകുനിച്ചു. ശേഷം പതുക്കെ പറഞ്ഞു, ഇല്ല മേഡം, പക്ഷേ ഞാൻ കാടുകളിലും മറ്റുമാണ് ആദ്യം താമസിച്ചിരുന്നത്. അവിടെ ഇത്തരത്തിലുള്ള മുറിവ് ഞാൻ മരുന്നുകളില്ലാതെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്മിയുടെ ഈ വാക്കുകൾ അവിടെ നിന്നിരുന്ന ഡോക്ടർമാർ കേട്ടു. അവർ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, ഇത് ആശുപത്രിയാണ്, ഇവിടെ പരീക്ഷണം പറ്റുകയില്ല. ലക്ഷ്മിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഡോക്ടർമാർക്ക് അപമാനം തോന്നി. അവർ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, ഇത് ആശുപത്രിയാണ്, പരീക്ഷണശാലയല്ല. ഈ വേലക്കാരിക്ക് എന്തറിയാം? റിസ്ക് എടുത്ത് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ഈ ആശുപത്രികൾ ഏറ്റെടുക്കേണ്ടി വരും. ഡോക്ടർമാരുടെ ഈ വാക്കുകൾ മേഘന കേട്ടു. പക്ഷേ മേഘന നോക്കുന്നത് തൻ്റെ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് മാത്രമായിരുന്നു. മേഘന അങ്ങനെ ഒടുവിൽ തീരുമാനത്തിലെത്തി. അവൾ ഡോക്ടർമാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട. എൻ്റെ കുട്ടിയുടെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഞാൻ ഏറ്റെടുക്കാം. അങ്ങനെ മേഘന വേലക്കാരിയായ ലക്ഷ്മിയെ വിശ്വസിച്ച് സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. അങ്ങനെ ആശുപത്രിയിൽ തന്നെ ഒരു ചെറിയ മുറി ലക്ഷ്മിക്ക് വേണ്ടി ഒരുക്കി. ഡോക്ടർമാരുടെ കൺമുന്നിലല്ല, പക്ഷേ ലക്ഷ്മിയെ സഹായിക്കാൻ നഴ്സുമാരുണ്ടായിരുന്നു. ലക്ഷ്മി കൊണ്ടുവന്നത് വിലയേറിയ മരുന്നുകളും ഇലകളും വേരുകളും പഴയ അറിവ്. ലക്ഷ്മി പ്രാർത്ഥനയോടെ ചികിത്സ തുടങ്ങി. എന്നാൽ പുറത്ത് മീഡിയക്കാരും ക്യാമറകളും ആശുപത്രി വളഞ്ഞിരുന്നു. ലക്ഷ്മിയുടെ കൈകൾ വിറച്ചു, പക്ഷെ മനസ്സ് ഉറച്ചതായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ കഴിഞ്ഞു. ലക്ഷ്മിയുടെ ചികിത്സ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ വന്നു ആരാധ്യയെ നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, ഇൻഫെക്ഷൻ പിന്മാറിയിരിക്കുന്നു. ഇത് മെഡിക്കലിൽ തന്നെ അത്ഭുതം തന്നെയാണ്. ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ ഈ കുട്ടിയെ ഒരു വീട്ടുവേലക്കാരി ചികിത്സിച്ചു. ഡോക്ടർമാർ കൈകൂപ്പി ലക്ഷ്മിയോട് മാപ്പ് പറഞ്ഞു. ഇതെല്ലാം കണ്ട് മേഘന പൊട്ടിക്കരഞ്ഞു. ആരാധ്യയെ ചേർത്ത് പിടിച്ചു. ലക്ഷ്മി പതുക്കെ പിന്നോട്ട് മാറി. ലക്ഷ്മിക്ക് കയ്യടിയല്ല വേണ്ടത്, ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കലായിരുന്നു. അതുമാത്രം മതിയായിരുന്നു ലക്ഷ്മിക്ക്. മേഘന കൈകൾ കൂപ്പി ലക്ഷ്മിയോട് നന്ദി പറഞ്ഞു.
അങ്ങനെ ആരാധ്യ സുഖം പ്രാപിച്ച വാർത്ത ആശുപത്രി മൊത്തം കലർന്നു. അങ്ങനെ ആരാധ്യ സുഖം പ്രാപിച്ച വിവരം ആശുപത്രി മതിലുകൾ കടന്നു. ഡോക്ടർമാർ കൈവിട്ട കേസിൽ ഒരു വീട്ടുവേലക്കാരി ചെയ്ത അത്ഭുതം പത്രങ്ങളിൽ ഹെഡിങ്ങോട് കൂടി തന്നെ വന്നു. ഒരു ദിവസം കൊണ്ട് വാർത്ത രാജ്യമൊട്ടാകെ പടർന്നു. ലക്ഷ്മി ഒരിക്കലും ക്യാമറ കണ്ടിട്ടില്ല. ഇപ്പോൾ മൈക്കുകൾ ലക്ഷ്മിയുടെ മുൻപിൽ. നിങ്ങൾ ഡോക്ടറാണോ? എവിടെ പഠിച്ചു? ഇതിനു മുൻപ് ചികിത്സ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾ. പക്ഷേ ഇതിനെല്ലാം ലക്ഷ്മി പറഞ്ഞത് ഒരേ ഒരു വാചകം: ഞാൻ പഠിച്ചത് എൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ആ വാക്ക് വൈറലായി. അങ്ങനെ പ്രശസ്തരായ മന്ത്രിമാരും വിദേശത്തു നിന്നുള്ള ആളുകളും വരെ ലക്ഷ്മിയെ തേടിയെത്തി. ലോകമെപ്പാടും ലക്ഷ്മിയെക്കുറിച്ച് അറിയുവാൻ തുടങ്ങി. അന്താരാഷ്ട്ര മെഡിക്കൽ കോൺഫറൻസിൽ സ്റ്റേജിൽ വെള്ളസാരി ധരിച്ച് ലക്ഷ്മി. ഡിഗ്രികളില്ല, പദവിയില്ല, പക്ഷേ സ്റ്റേജിലിരിക്കുന്നത് ലോകത്തിലെ വലിയ ഡോക്ടർമാർ. ലക്ഷ്മി മൈക്കിൽ പതുക്കെ പറഞ്ഞു: എനിക്ക് ശാസ്ത്രീയ വാക്കുകൾ അറിയില്ല, പക്ഷേ മനുഷ്യൻ്റെ ശരീരം എപ്പോൾ കേൾക്കണം, എപ്പോൾ തൊടണം, അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. ലക്ഷ്മിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സ്റ്റേജ് മൊത്തം കയ്യടി കൊണ്ട് നിറഞ്ഞു. അങ്ങനെ 3 മാസങ്ങൾ കഴിഞ്ഞു. മേഘനയും ആരാധ്യയും ഇപ്പോൾ സന്തോഷത്തിൽ ജീവിക്കുന്നു. മേഘന ഇപ്പോൾ പഴയതുപോലെ തന്നെ തുള്ളിച്ചാടി സ്കൂളിലേക്ക് പോകുന്നുമുണ്ട്. ലക്ഷ്മി അവരുടെ വീട്ടിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുമുണ്ട്. മേഘന സ്കൂൾ കഴിഞ്ഞ് ഓടിയെത്തുന്നത് ലക്ഷ്മിയുടെ മുന്നിലാണ്. ലക്ഷ്മി ആൻറ്റി എന്ന് വിളിച്ച് ഉറക്കെ കെട്ടിപ്പിടിക്കും. ലക്ഷ്മിയോട് സ്കൂളിൽ നടന്ന സംഭവങ്ങളെല്ലാം പറയും. ഇപ്പോൾ ലക്ഷ്മി ആൻറ്റിയാണ് ഞങ്ങളെ സ്കൂളിലെ സ്റ്റാർ എന്ന് ലക്ഷ്മിയെ നോക്കി അവൾ പറഞ്ഞു. ലക്ഷ്മി ആരാധ്യയെ ചേർത്ത് പിടിച്ചു. വലിയ ഡോക്ടർമാർ പോലും കൈവിട്ട ആ കേസിൽ വെറും ഒരു വീട്ടുവേലക്കാരി മനസ്സറിഞ്ഞ് ചികിത്സിച്ചപ്പോൾ ഒരു ജീവൻ തന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോളോ, ലൈക്ക് ചെയ്തോളോ, സപ്പോർട്ട് ചെയ്തോളോ. നിങ്ങളെ കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിച്ചോളോ. അപ്പോൾ ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ട് കാണാം.